ഈ വർഷം ഇറങ്ങിയ കൊറിയൻ സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായി മാറിയ ഒരു ഹൊറർ സിനിമ. കൊറിയൻ സിനിമയുടെ വമ്പന്മാർ വന്നിട്ട് പോലും ഈ സിനിമയുടെ കളക്ഷൻ ഇതുവരെ തകർത്തില്ല. ജംപ് സ്കെയർ ഇല്ലാതെ, വലിയ പേടിപ്പിക്കുന്ന നിലവിളികൾ ഒന്നും തന്നെ ഇല്ലാതെ കാണുന്ന പ്രേക്ഷകരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു അടിപൊളി കൊറിയൻ സിനിമ. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് 2024 പുറത്തിറങ്ങിയ എക്സ്ഹ്യൂമ എന്ന കൊറിയൻ സിനിമയെ പറ്റിയാണ്. എല്ലാ ഹൊറർ സിനിമകളിലെയും സ്ഥിരം ക്ലീശകളാണല്ലോ ഈ ജംപ് സ്കെയർ ഇട്ട് പേടിപ്പിക്കുന്നതും പിന്നെ ഈ വലിയ വലിയ നിലവിളികളൊക്കെ ഇട്ട് പേടിപ്പിക്കുന്നതും ഒക്കെ. സത്യം പറഞ്ഞ പലർക്കും ഇപ്പോൾ അത് ഭയങ്കര അരോചകമായിട്ടൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജംപ് സ്കെയറും നിലവിളികളൊന്നും ഇല്ലാതെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും അക്കാര്യത്തിൽ എക്സ്ഹ്യൂമ വിജയിച്ചിട്ടുണ്ട്. കഥയും മേക്കിങ്ങും ബീജിയമും ഇതെല്ലാം കൊണ്ടും കാണുന്ന പ്രേക്ഷകരെ ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ സിനിമ. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ, ഈ പ്രേതബാധയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അതിന്റെ കാരണം കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരാളാണ് നമ്മുടെ നായകൻ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു എക്സോർസിസ്റ്റ്. നമ്മുടെ നായകൻ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് തീർത്തു കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അയാൾക്ക് ഒരു പ്രോജക്റ്റ് കിട്ടുന്നു, ഒരു വലിയ പണക്കാരന്റെ വീട്ടില് പ്രശ്നം തീർത്തു കൊടുക്കുക. അങ്ങനെ നമ്മുടെ നായകൻ അതിനായിട്ട് അവിടെ പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് നമ്മുടെ നായകന് മനസ്സിലായി ഇത് തന്റെ കൈക്ക് ഒതുങ്ങില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകൻ അയാളുടെ ശിഷ്യയെ സഹായത്തിനായി വിളിക്കുന്നു. നമ്മുടെ ഈ ശിഷ്യയാണ് ഇതിലെ നായിക. അങ്ങനെ നമ്മുടെ നായകനും നായികയൊക്കെ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് തങ്ങൾ ചെന്ന് പെട്ടത് വലിയൊരു അപകടത്തിലേക്കാണെന്ന്. അതെന്താണെന്നും ഇനി എന്താണെന്നും നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. സിനിമയുടെ ലിങ്ക് എന്റെ ബയോയിലുണ്ട്, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിലുണ്ട്.